ഹലോ, വെൽക്കം വൺസ് അഗെയിൻ ടു ലിറ്റി ലോകനാസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈയിടെ ഞാൻ കേട്ടൊരു കഥയാണ്. കൃഷ്ണൻ എങ്ങനെയാണ് ബോഡി ഷെയ്മിങ്ങിനെ ആദ്യമായിട്ട് റെസിസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ മധുരയിൽ ആൾക്കാരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി കൂനി കുറുകിയ ഒരു സ്ത്രീ പോകും. അപ്പോൾ കൂടി നിന്നവരെല്ലാവരും അവരെ കൂനിന്ന് വിളിച്ചിട്ട് കളിയാക്കി. ഇത് കേട്ട ശ്രീകൃഷ്ണൻ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ താടിയിൽ ഇങ്ങനെ തൊട്ടിട്ട് ചോദിച്ചു, നീ ഏതാണ് ഈ സുന്ദരി എന്ന് ചോദിച്ചു. അത് കേട്ടതോടുകൂടി അവർ ഭയങ്കരമായിട്ട് അവർക്ക് സന്തോഷം തോന്നി. അവർ പെട്ടെന്ന് ആ ടച്ച് കൊണ്ട് അവരൊരു യൗവനയുക്തയായ സ്ത്രീയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ബോഡി ഷെയ്മിങ്ങിനെ എതിർത്ത ഒരു മനുഷ്യനാണ് ഭഗവാന്റെ രൂപ കൃഷ്ണൻ. അപ്പം അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷനോടുകൂടി ജനിച്ചതായിരിക്കും. ഏറ്റവും ഗ്ലാമർ എന്ന് പറയുന്നവർ വരെ മേക്കപ്പിൻ്റെയും മേക്ക് ഓവറിൻ്റെയും ഒക്കെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആരും പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്തിലില്ല. അപ്പോൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ചില ആൾക്കാർക്കൊക്കെ അവർ പഠിച്ചതുകൊണ്ട് അവർ അനുഭവിക്കുന്ന സ്റ്റാറ്റസിൽ നിന്ന് അവർ താഴോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ അവരോടൊക്കെ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. കാരണം നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെയായി. അവർക്ക് ആ സാഹചര്യം കിട്ടാത്തത് കൊണ്ട് അവർ നമ്മുടെ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്നു. അതുകൊണ്ട് നമ്മുടെ എവിടെയാണ് നമ്മുടെ ഒരു നില ഉയർന്നതെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് എസ്പെഷ്യലി ഈ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നില്ല. പേഴ്സണലായിട്ട് പറയുമ്പോഴാണ് ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും എനിക്ക് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദൂര യാത്രയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ആ കല്യാണം കഴിച്ച പയ്യൻ അവൻ കുറച്ച് ചെറുപ്പമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മീശയും താടിയൊന്നും ഇല്ലാത്ത നല്ല ക്യൂട്ടായിട്ട്. പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് ആ ഏജിൻ്റേതായ ഒരു പാകതയുണ്ട്. അപ്പോൾ കുറച്ചൊരു 100-300 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ബസ്സിലുടനീളം ഒരു സ്ത്രീ, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവിടം തൊട്ട് ഇവിടെ ഇറങ്ങുന്നതിന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആൺകുട്ടിയുടെ ചെറുപ്പത്തിനെ പറ്റിയിട്ട്. എന്തൊരു ചെറുപ്പമാണ്, കണ്ടാൽ 20 വയസ്സേ തോന്നിക്കത്തുള്ളൂ, എന്തൊരു ചെറുപ്പമാണ് എന്ന് ഇവിടെ ഇറങ്ങുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് മാത്രമേ കാണുന്നുള്ളൂ. ബട്ട് വെൻ ഇൻ എ മാരിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കഴിഞ്ഞ് എന്തൊക്കെ സംഭവിക്കാം അല്ലേ? നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നല്ലതുപോലെ മുഖം അടിച്ച് വീണാൽ മതി, സൗന്ദര്യം പോവും അല്ലേ? അപ്പോൾ അതിലൊന്നും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുക, സ്പൗസിനെ കമ്പയർ ചെയ്യുക. നീ അവർ പറഞ്ഞത് കേട്ടില്ലേ എന്ന് അത് ആ കൗണ്ടർ പാർട്ട്ണറിൻ്റെ ആത്മവിശ്വാസത്തിനെ കെടുത്തുന്നതാണ്. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റ് അല്ല. അപ്പോൾ അതങ്ങനെയായി അയാൾക്ക് അയാളുടേതായ കുറവുകൾ കാണും, മറ്റേ ആൾക്ക് അവരുടേതായ സ്ട്രെങ്തുകൾ കാണും. അപ്പോൾ പ്ലീസ് അവോയ്ഡ് അൺനെസസറി കമൻറ്റ്സ്. നമുക്ക് എത്ര പ്രായമായാലും നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ നടന്നു പോകുമ്പോൾ പ്ലീസ് ഡോണ്ട് കമ്പയർ. അത് അവരുടെ ഒരു കൂട്ടരുടെയെങ്കിലും ഒരു ആത്മവിശ്വാസത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി പേരങ്ങനെ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ പറഞ്ഞതുപോലെ എൻ്റെ ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ അവരുടെ മുടി പോകും, അവരുടെ ഹെൽത്ത് പോകും. സ്റ്റിൽ അറ്റ് ദാറ്റ് ടൈം മെൻ അവരുടെ ഒരു ഗ്ലാമർ ഏജ് എന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങത്തേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് പുറമേ ഒരാൾ ഇതൊന്നും അറിയാത്ത, കഥയൊന്നും അറിയാത്ത, അപ്പോൾ നമുക്കറിയാം സ്റ്റിൽ അവർ നടന്നു തീർത്ത യാത്രകളൊക്കെ പലതും അവർ തമ്മിലുള്ള ആ ബോണ്ടേജിൻ്റെ ഒരു ബലത്തിൽ നിൽക്കുന്നതായിരിക്കും. ഇതൊന്നും അറിയാതെയാണ് പുറത്തുനിന്ന് വന്നിട്ട്. എനിക്കൊത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ല ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. കാരണം അവർ പിന്നെ വേറൊരു പെണ്ണിനോടും പറയരുത് എന്നുള്ള രീതിയിൽ നല്ല ഉത്തരവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ദുഷിച്ച ചിന്താഗതിക്കാർ കാണും. അവരെയൊക്കെ നമ്മൾ അപ്പം തന്നെ തളർത്തി കളയുക. നമ്മൾ തിരിച്ച് ബോഡി ഷെയ്മിങ്ങിനൊന്നും പോകണ്ട. അതൊക്കെ അവർക്ക് ഈ പറയുന്ന ഭഗവാൻ കൊടുത്തോളും എന്നുള്ളത് ഉറപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.